Good morning all. So from today we'll be starting our online revision sessions, and before moving on to the questions, let me discuss some important preparation strategies. Okay, so this will surely help you to secure good marks. So here it is, and at first it is syllabus. So at least once നിങ്ങൾ syllabus നോക്കിയിരിക്കണം. Okay, so അതാണ് first point. And second point, it is the previous year's papers. അത് കളക്ട് ചെയ്യുക. ഒരു പാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട്, സോ ആ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾ നോക്കാൻ നേരത്ത് യു വിൽ ഗെറ്റ് ടു നോ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. സോ ആ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് വേണം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇനി നെക്സ്റ്റ് വൺ, അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്കറിയാം ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഫോർ യുവർ എക്സാം. അതായത് പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആൻഡ് പാർട്ട് ബിയിൽ ഫ്രം ഈച്ച് മൊഡ്യൂൾ യു ഹാവ് ടു അറ്റൻഡ് 1 ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അങ്ങനെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 15 ക്വസ്റ്റ്യൻസിലും 3 hours കൊണ്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ടൈം അതൊരു വലിയ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ടൈം കിട്ടിയില്ല എന്നൊരു രീതി വരരുത്. സോ ടൈം കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. കാരണം ഈവൺ ഇഫ് യു ക്യാൻ സ്കോർ 1 or 2 marks, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ്, നെവർ ലീവ് എനിത്തിങ് അൺഅറ്റൻഡഡ്. ആൻഡ് നെക്സ്റ്റ്, ആൻസർ ചെയ്യാൻ നേരത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് തിയറി ആൻഡ് പ്രോബ്ലംസ്. നമുക്കറിയാം ഇതൊരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. ഓക്കെ, സോ മോർ ദാൻ തിയറി we will have to focus more on problems. പക്ഷേ നമുക്ക് പാർട്ട് എയിൽ ഒരു 50% ക്വസ്റ്റ്യൻസ് വിൽ ബി തിയറി ബേസ്ഡ്. സോ തിയറി ബേസ്ഡിൽ അപ്പോൾ അത് 3 marks ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 marks ക്വസ്റ്റ്യൻസിൽ ഈ ഫുൾ 3 marks കിട്ടണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹാഫ് പേജസ് എഴുതി കഴിഞ്ഞാൽ 3 marks കിട്ടണമെന്നില്ല. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതിന്, സോ ആൻസർ ടു ദി പോയിൻറ്റ്. സോ for theory, you can include concepts, principles with neat figures. Okay, you can also underline important key points. So ഇതെല്ലാം ഇങ്ങനെയാണ്. ഈ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ യു ക്യാൻ സ്കോർ ഓൾ ദോസ്, അതായത് കംപ്ലീറ്റ് മാർക്സും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ പ്രോബ്ലംസ്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ ഈവൺ ഇഫ് യു ഡോണ്ട് നോ ദി ആൻസർ, ട്രൈ ടു ഇൻക്ലൂഡ് ദ ഗിവൺ ഡേറ്റ. ഓക്കെ, ക്വസ്റ്റ്യൻ അൺഅറ്റൻഡ് ചെയ്ത് വിടരുത്, അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഗിവൺ ഡേറ്റ അല്ലെങ്കിൽ ഫിഗർ ഉണ്ടെങ്കിൽ ആ ഫിഗറെങ്കിലും വരച്ച് വെക്കുക. ഓക്കെ, ആൻഡ് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ആ ഒരു പോർഷനിലെ ഫോർമുലാസ് അറിയാമെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ സ്റ്റെപ്സ്. ഓക്കെ, സ്റ്റെപ്സിന് അറൗണ്ട് 60% ഓഫ് മാർക്ക്, നിങ്ങളുടെ ടോട്ടൽ മാർക്സിൽ 60% സ്റ്റെപ്സിനാണ്. അപ്പോൾ ഈവൺ ഇഫ് യു ഗെറ്റ് യുവർ ഫൈനൽ ആൻസർ റോങ്, ഇഫ് യു ഹാവ് റിട്ടേൺ ദി സ്റ്റെപ്സ്, ഓക്കെ, യു മേ ഗെറ്റ് 60%. അതായത് 14 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ലാസ്റ്റ് ആൻസർ, ഫൈനൽ ആൻസേഴ്സൊക്കെ റോങ് ആണ്, പക്ഷേ സ്റ്റെപ്പും ഫോർമുലാസൊക്കെ കറക്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഒരു 8 marksോളം നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, ആൻഡ് കൺവേർഷൻസ് ആൻഡ് യൂണിറ്റ്സ്. ഓക്കെ, സോ എല്ലാവരും ഈവൺ ഇഫ് യു നോ ദി ആൻസർ, നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കൺവേർഷൻസും യൂണിറ്റ്സും. അപ്പോൾ ഈ യൂണിറ്റ് ആൻഡ് കൺവേർഷൻസ് യു ഷുഡ് ബി തറോ വിത്ത്. അതായത് ന്യൂട്ടൺ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കിലോഗ്രാമിലായിരിക്കും തന്നിരിക്കുന്നത്, അതിനെ ന്യൂട്ടൺ ആക്കുക. സോ അങ്ങനെയുള്ള ചെറിയ കൺവേർഷൻസ് അതെല്ലാം നോക്കി വെച്ചേക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം മാനേജ്മെൻ്റ് ആണ്. സോ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്കറിയാം 3 hours ഒരു പേപ്പറാണ്. 3 hours ആൻഡ് യു വിൽ ഹാവ് ടു റൈറ്റ് 15 questions. ഓക്കെ, സോ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസും പാർട്ട് ബി, ഓക്കെ ദിസ് ഇസ് പാർട്ട് ബി. സോ പാർട്ട് ബിയിൽ 5 questions, അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും 5 questions. അപ്പോൾ ഇതിൽ തന്നെ എ ബി അങ്ങനെ എ ആയിട്ടും ബി ആയിട്ടും അങ്ങനെ എ ബി എന്ന് പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. സോ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് യു ഹാവ് ടു റൈറ്റ് വിൽ ബി മോർ. ഓക്കെ, സോ 3 hours നിങ്ങൾ ആ അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. സോ അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ദ ഓൺലി തിങ് വിച്ച് വി ക്യാൻ ഡു ഇസ് പ്രാക്ടീസ്.
സോ പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, കാൽക്കുലേറ്റേഴ്സ് പലരും യൂസ് ചെയ്യാറില്ല. സോ നിങ്ങൾ വായിച്ച് പഠിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇതിൽ അഡോപ്റ്റ് ചെയ്യരുത്. കാരണം എപ്പോഴും ഒരു പ്രോബ്ലമാറ്റിക് പേപ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ അത് മനസ്സിലാക്കി കാൽക്കുലേറ്ററിൽ ചെയ്ത് തന്നെ പഠിക്കുക. സോ ദറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ദിസ് ഇസ് ഇറ്റ്. So this is all about the preparation strategy. Keep these points in mind. Okay. So next let's begin. First question is, what are the conditions of equilibrium in concurrent and non-concurrent force system? So ഇത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സോ തിയറി ക്വസ്റ്റ്യൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ you should have to include principles or concepts. If there is any figures, you have to include that. Then formulas, okay, so that one you have to include. So ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ? ഓക്കെ, ഇക്വിലിബ്രിയം പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ? ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇവിടെ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഫോഴ്സ്, ഓക്കെ, ഇറ്റ് ഈസ്, അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ദ സം ഓഫ് ഓൾ ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് 0. അതായത് സിഗ്മ എഫ് ഈക്വൽ ടു 0. അതുപോലെ ആൽജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു 0. സോ ഇസ് ഇറ്റ് ക്ലിയർ? സിഗ്മ എഫ് ഈക്വൽ ടു 0, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് കണ്ടീഷൻസ് ആണെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് ബോഡി വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഇനി ഇവിടെ രണ്ട് ടൈപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് സിസ്റ്റം. സോ ഇതിൽ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിൻറ്റിലേക്ക്, ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിൻറ്റിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒറ്റൊരു പോയിൻറ്റിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ. സോ ഇങ്ങനെ ഒരു പോയിൻറ്റിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും. സോ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്താണ്? ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് എന്തായാലും 0 ആയിരിക്കും, അല്ലേ? സോ മൊമെൻറ്റ് അബൌട്ട് എനി പോയിൻറ്റ് വിൽ ബി 0. സോ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0, അതിൽ ഈ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ദർ വിൽ ബി ഓൺലി വൺ കണ്ടീഷൻ, ദറ്റ് ഈസ് സിഗ്മ എഫ് ഈക്വൽ ടു 0. ഈ സിഗ്മ എഫ് ഈക്വൽ ടു 0 നമുക്ക് എക്സിലും വൈയിലും, ഓക്കെ, രണ്ടിലും റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. സോ ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ വരുന്നത്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ആൻഡ് കണ്ടീഷൻസ് ഫോർ നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, നോൺ കൺകറൻറ്റ് എന്ന് പറയുമ്പോഴെന്താ? അതായത് ഒരു പോയിൻറ്റിലേക്ക് മീറ്റ് ചെയ്യാത്തത്. ഓക്കെ, നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം ഈസ് the force system in which the line of action of all the forces does not meet at a particular point. ഒരു സിംഗിൾ പോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴെന്തായിരിക്കും ഇക്വേഷൻ? ഓൾ ദ ഇക്വേഷൻസ്, എല്ലാ ഇക്വേഷൻസും നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിന് ആപ്ലിക്കബിൾ ആണ്. അതായത് സിഗ്മ എഫ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈക്വൽ ടു 0. ഓക്കെ, എഫ് എക്സും വൈ ഡയറക്ഷനിലും അതുപോലെ മൊമെൻറ്റും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹോപ്പ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. Second question is, two identical rollers each of weight 500 Newton are supported by an inclined plane and a vertical wall. So here we are given two identical rollers. The weight of each roller is 500 Newton. So weight Q, അതായത് weight എത്രയാണ്? 500 Newton ആണ്. And they are supported by an inclined plane and a vertical wall. Okay, so both these rollers are supported by an inclined plane, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ വോളും ഉണ്ടായിരിക്കും. അസ്യൂമിങ് സ്മൂത്ത് സർഫസസ് ഫൈൻഡ് ദി റിയാക്ഷൻസ്. ഇപ്പോൾ റിയാക്ഷൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ സ്മൂത്ത് സർഫസ് എന്ന് വെച്ചാൽ എന്താ? അവിടെ ഫ്രിക്ഷൻ ഇല്ല. ഓക്കെ, സോ ഫൈൻഡ് റിയാക്ഷൻസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എ, ബി ആൻഡ് സി. സോ എ, അതുപോലെ ബി, സി, ഓക്കെ, ഡിയിലെയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇങ്ങനെ ഈ പോയിൻറ്റ്സിലെ റിയാക്ഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ 2 റോളറാണുള്ളത്, അല്ലേ?
ഈ രണ്ട് റോളറിൻ്റെയും റിയാക്ഷൻസ്, അതായത് ഫ്രീ ബോഡി ഡയഗ്രാംസ് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നെഗ്ലക്റ്റ് ചെയ്തേക്കുക. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാംസ് എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഫിഗർ നോക്കണ്ട, ഈ ഫിഗറിൽ. ഇപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാംസിൽ നമ്മൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത്? റിയാക്ഷൻസും അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും. ഇവിടെ റിയാക്ഷൻസ് കോണ്ടാക്ട് സർഫസസിലായിരിക്കും റിയാക്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, സോ കോണ്ടാക്ട് സർഫസസിലായിരിക്കും എന്തുണ്ടാകുന്നത്? റിയാക്ഷൻസ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കോണ്ടാക്ട് സർഫസസ്? 4 കോണ്ടാക്ട് സർഫസസ് ഉണ്ട്. അപ്പോൾ ഈ 4 കോണ്ടാക്ട് സർഫസസിലും റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. റിയാക്ഷൻസ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഈ ഒരു സർഫസിനും ഇതിനും പെർപെൻഡിക്കുലറായിട്ട്, അതുപോലെ തന്നെ ഇവിടെ RA RB. ഓക്കെ, ഇവിടെ ഒരു റിയാക്ഷൻ, അതായത് ഈ ഒരു റോളറിൻ്റെ റിയാക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അതുപോലെ ഈ റോളറിൻ്റെ റിയാക്ഷൻ തിരിച്ച് നെക്സ്റ്റ് റോളറിലേക്കും ആക്ട് ചെയ്യും. ആ 2 റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വോളിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ഒരു റിയാക്ഷൻ. സോ ഇത്രയും പാർട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അതായത് ടോട്ടൽ റിയാക്ഷൻസ് ഒന്ന് ഈ ഒരു സർഫസിൽ നിന്നുള്ള റിയാക്ഷൻ, രണ്ടാമത്തത് ഈ ഒരു സർഫസിൽ നിന്നുള്ള റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ ഒരു വോളിൽ നിന്നുള്ള റിയാക്ഷൻ, ആൻഡ് നെക്സ്റ്റ് വൺ ഇവിടെ ഇതാണ് സർഫസ്, ഇതാണ് ഈ 2 സർഫസിൻ്റെയും ടാൻജൻ്റ് അല്ലേ. അപ്പോൾ ഈ ടാൻജൻറ്റിൽ നിന്ന് 2 സർഫസിലേക്കും റിയാക്ഷൻസ് പെർപെൻഡിക്കുലറായിട്ട്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതുവരെയുള്ളത്. ടോട്ടൽ ഇത്രയും റിയാക്ഷൻസ് ആണ് ആക്ട് ചെയ്യുന്നത്. അതായത് RA, ഇത് RB, ഇത് RD ആൻഡ് RC. ഓക്കെ, ഇതാണ് RC ഈക്വൽ ആയിരിക്കും. അതായത് ഇതും രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഈ RC ഈ 2 എണ്ണം, അതായത് ഇങ്ങോട്ടുള്ളതും ഈക്വൽ ആയിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ലീസ്റ്റ് അൺനോൺസ് അല്ലെങ്കിൽ മിനിമം അൺനോൺസ് ഏതിനാണോ ഉള്ളത് അതാണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഈ റോളർ എടുക്കുകയാണെങ്കിൽ, അതായത് അപ്പർ റോളർ എടുക്കുകയാണെങ്കിൽ ഇവിടെ RC അൺനോൺ ആണ്, അതുപോലെ തന്നെ RAയും അൺനോൺ ആണ്. സെക്കൻഡ് റോളർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ RC, RD, RB ഈ 3ൻ്റെയും വാല്യൂസ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ 3 അൺനോൺസും അതുപോലെ ഇവിടെ 2 എണ്ണമാണ് അൺനോൺസ്. അപ്പോൾ ഏറ്റവും കുറവ് അൺനോൺസ് ഏതിനാണ്? ഈ റോളറിനാണ് അല്ലേ. സോ ഈ റോളർ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. സോ ഫസ്റ്റ് കൺസിഡർ ദി അപ്പർ റോളറാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പർ റോളറിൽ ഏതൊക്കെ വരും? RA വരും, RC വരും, അതുപോലെ തന്നെ Qവും വരും. Q എന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റ്. ഇനി നെക്സ്റ്റ് ഇത് റിസോൾവ് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് RCയും RAയും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ RC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് പ്ലെയിൻ, നമ്മളുടെ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലലായിട്ടാണ് RC ഉള്ളത് അല്ലേ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലലായിട്ട് റിസോൾവ് ചെയ്യുക. അതുപോലെ RA കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് റിസോൾവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ കൺസിഡർ ദി അപ്പർ റോളർ റിസോൾവിങ് ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സസ് ആണ് എടുക്കേണ്ടത് ആദ്യം. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്താണ്? RA ആണ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസ് എടുക്കുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ആംഗിൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഓക്കെ, ആംഗിളിൻ്റെ അത് എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കണം. അതിന് നമ്മളുടെ ഈ ഫസ്റ്റ് ഫിഗർ എടുക്കുക. ഓക്കെ,
ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്കറിയാം വെയിറ്റ്, ഇതാണ് വെയിറ്റ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഈ റിയാക്ഷനോ ഇങ്ങനെ. നമ്മളുടെ ഈ ഒരു റോളറിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ഈ റിയാക്ഷൻ്റെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ആംഗിൾ, അതായത് ഈ വെയിറ്റും ഈ റിയാക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ക്ലിയർ അല്ലേ? അതായത് എത്രത്തോളം ഇത് ഇൻക്ലൈൻഡ് ആണ്, എത്രത്തോളം ഈ ഒരു സർഫസ് ഹൊറിസോണ്ടലിൽ നിന്ന് ഇൻക്ലൈൻഡ് ആണ്, അത്രയും എന്താണ് ഈ സർഫസിൻ്റെ റിയാക്ഷനും അത്രയും തന്നെ ഇൻക്ലൈൻഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 30 ഡിഗ്രിയും അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ ക്യൂ ആൻഡ് എ ഇതും 30 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, സോ ഇതും സെയിം ആയിരിക്കും. ഇത് നമ്മളെങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യുക? ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാണ് ആർ റിയാക്ഷൻ. ഓക്കെ, ഇതാണ് ക്യൂ ഇത് റിയാക്ഷൻ. ഈ ആംഗിൾ എത്രയാണ്? സെയിം, ഈ 30 ഡിഗ്രി തന്നെയായിരിക്കും ഈ ആംഗിൾ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത്. ഓക്കെ, സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് 30 ആണെങ്കിൽ ഇതും 30. സോ ആംഗിൾ കിട്ടിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ്, ഇതിലിപ്പോൾ RC കിട്ടിയില്ലേ? ഓക്കെ, RC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലെന്താ ചെയ്യേണ്ടത്? റിസോൾവിങ് ദ ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനെ പാരലായിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ പാരലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോഴ്സിന് നമുക്ക് രണ്ട് രീതിയിൽ റിസോൾവ് ചെയ്യാം. എക്സ് ഡയറക്ഷനിലും അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലും. എക്സ് ഡയറക്ഷനിൽ വരുമ്പോൾ എന്ത് വരും? ക്യൂ സൈൻ 30. വൈ ഡയറക്ഷനിൽ വരുമ്പോൾ ക്യൂ കോസ് 30. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പാരലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് എടുക്കും? RCയും എടുക്കും, അതുപോലെ ക്യൂ സൈൻ 30യും എടുക്കും. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? RC പോസിറ്റീവ് ഡയറക്ഷൻ, അതുപോലെ ക്യൂ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇതെന്താ? നെഗറ്റീവ് ഡയറക്ഷൻ. സോ RC, ഓക്കെ, സോ ഇവിടെ എന്ത് വരും? RC മൈനസ് ക്യൂ സൈൻ 30 ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ ക്യൂ നമുക്ക് എത്രയാണെന്നറിയാം, 500 ആണ്. അങ്ങനെയാണെങ്കിൽ RC എത്രയായിരിക്കും? ഇവിടെ നമുക്ക് RC ഈസ് ഈക്വൽ ടു 500 സൈൻ 30, ദറ്റ് ഈസ് 250 എന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇതിന് പാരലായിട്ട്, ഓക്കെ, അതായത് പാരലായിട്ട് എടുത്തു. ഇനി നെക്സ്റ്റ് ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുക. പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് വരും? അതായത് ക്യൂവിൻ്റെ രണ്ട് കമ്പോണൻസ്. ഓക്കെ, ക്യൂവിൻ്റെ സൈൻ കോസ് കമ്പോണൻ്റാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ക്യൂ അതായത് 500 കോസ് 30 കൂടെ വരും. സോ ആറ് മേളിലോട്ടായതുകൊണ്ട് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സോ 6 മൈനസ് 500 കോസ് 30 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതായത് 6 മൈനസ് 500 കോസ് 30 ഈസ് ഈക്വൽ ടു 0. So from this we can calculate the value for RA. RA is equal to 500 cos 30, which is equal to 433 Newton. Again we have to consider the second roller. Okay, second roller അതായത് ലോവർ റോളർ കൺസിഡർ ചെയ്യുക. ലോവർ റോളറിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോളറിൽ നിന്ന് RCയും RAയും കിട്ടി. ഇനി ലോവർ റോളറിൽ നിന്ന് RDയും RBയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലോവർ റോളർ എടുക്കാൻ നേരത്ത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ RB വരും, പിന്നെ RD ആൻഡ് RC. ഇവിടെ ക്യൂവിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, ക്യൂ സൈൻ ആൻഡ് കോസ് കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യാം. സോ ഇവിടെ ക്യൂവിൻ്റെ സൈൻ ആൻഡ് കോസ് കമ്പോണൻസ് റിസോൾവ് ചെയ്യാം. അതുപോലെ തന്നെ RDയെയും നമുക്ക് ഇവിടെ RDയുടെ സൈൻ ആൻഡ് കോസ് കമ്പോണൻസ് എടുക്കാം. ഇങ്ങനെ വരാൻ നേരത്ത് സോ ഫസ്റ്റ് റിസോൾവിങ് ദ ഫോഴ്സസ് അലോങ് പ്ലെയിൻ. ഈ പ്ലെയിനിന് അലോങ് ആയിട്ട് റിസോൾവ് ചെയ്യുക. ഓക്കെ, പ്ലെയിനിന് അലോങ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ നേരത്ത് ഏതൊക്കെ ഫോഴ്സസ് വരും? ഫസ്റ്റ് ഈ ഫോഴ്സ്, അതായത് RD കോസ് 30. ഈ 30 എങ്ങനെ വന്നെന്ന് മനസ്സിലാകാത്തവർ ശ്രദ്ധിക്കുക. ഇത് 30 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി.
ഓക്കെ, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി. ഓക്കെ, ഇതൊരു 90 ഡിഗ്രി. സോ ഇത് 60 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി. അങ്ങനെയാണ് ഈ 30 വന്നത്. അപ്പോൾ ആർ ഡി, ഈ ഫോഴ്സ് എന്താ? ആർ ഡി കോസ് 30. സോ ആർ ഡി കോസ് 30 മൈനസ് ആർ സി എത്രയാണ്? 250 മൈനസ് 500 അല്ലേ? ഈ ക്യൂവിൻ്റെ കമ്പോണൻറ്റ് 500 സൈൻ 30. So that is equal to 0. So from this we can get the value for RD as 577.35. ഇനി നെക്സ്റ്റ് റിസോൾവിങ്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുക. പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ആർ ബി ഉണ്ട്, അതുപോലെ തന്നെ ക്യൂവിൻ്റെ കോസ് കമ്പോണൻ്റ് ഉണ്ട്, ആർ ഡിയുടെ സൈൻ കമ്പോണൻറ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ഫോഴ്സസ് ആണ് ഉള്ളത്. ആർ ബി, പിന്നെ ഈ ഫോഴ്സും ഇതും. ഇതെങ്ങനെ വരും? ആർ ബി മേളിലോട്ട്, അപ്പോൾ പോസിറ്റീവ്, ഇത് രണ്ടും താഴേക്ക്, സോ നെഗറ്റീവ്. സോ മൈനസ് 500 കോസ് 30 മൈനസ് ആർ ഡി സൈൻ 30 ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് ആർ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഗെറ്റ് ദി വാല്യൂ ഫോർ ആർ ബി. സോ ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാ വാല്യൂസും, അതായത് ആർ എ കിട്ടി, ആർ സി കിട്ടി, ആർ ബി ആൻഡ് ആർ ഡി. So all the reactions can hence be calculated. Hope this problem is clear to everyone. So moving on to the next question. Two smooth cylinders A and B, each of diameter 400 mm and weight 200 Newton, rest in a horizontal channel having vertical walls and base width 720. Find reactions at P, Q and R. So first step എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രാം മാർക്ക് ചെയ്യുക. സോ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ സർഫസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. 2 വെർട്ടിക്കൽ വാൾസ് ഉണ്ട്. അപ്പോൾ പി, ക്യു, ആർ ഈ 3 പോയിൻറ്റ്സിലെ റിയാക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാംസ് മാർക്ക് ചെയ്യുക. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇവിടെ ഒരു റിയാക്ഷൻ, ഇതൊരു സർഫസ് അല്ലേ, സോ ഇവിടെ ഒരു റിയാക്ഷൻ വരും. ഓക്കെ, ഇവിടെ ഒരു റിയാക്ഷൻ വരും, പിന്നെ വോളിൽ നിന്ന് ഇങ്ങോട്ടൊരു റിയാക്ഷൻ. സോ അത് നമുക്ക് വേറെ കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ. ആൻഡ് ഫൈനലി ഈ 2 റോളേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിയാക്ഷൻസ്. സോ ഇത്രയാണ് നമ്മുടെ റിയാക്ഷൻസ്. ഇതിന് നമ്മൾ R1, ഓക്കെ, ഇതിന് R4 എന്ന് മാർക്ക് ചെയ്യണം. Here we can mark this as R2 and this one we can mark it as R3. So ഇത്രയാണ് റിയാക്ഷൻസ്. ഓക്കെ, ഇവിടെ ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ റിയാക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്തു. ഇതിൽ ലീസ്റ്റ് നമ്പർ ഓഫ് റിയാക്ഷൻസ് ഉള്ളത് ഏതിനാണ്, അല്ലെങ്കിൽ ഫോഴ്സസ് അൺനോൺസ് ഉള്ളത് ഇവിടെയാണ് അല്ലേ? R1ഉം R2 ആണ് ഇവിടെ അറിയാത്തത്. ഇവിടെ നമുക്ക് R2, R3 ആൻഡ് R4 3 അൺനോൺസ് ഉണ്ട്. So take this upper roller. So we have to consider the equilibrium of upper cylinder. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് ഉള്ളതെന്ന് വെച്ചാൽ റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അല്ലേ, ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇവിടെ നമ്മളിതിന് ആംഗിൾസ് ഈ ഒരു ആംഗിൾ അല്ല, ഈ R2 ഒക്കെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ ആംഗിളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഇങ്ങനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ക്ലിയർ അല്ലേ? ഈ ട്രയാങ്കിളിൽ നമുക്ക് സോ ഈ ട്രയാങ്കിളിൽ തീറ്റയാണ് വേണ്ടത്. തീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? കോസ് തീറ്റ. ഓക്കെ, ദറ്റ് ഈസ് adjacent side by hypotenuse. സോ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ബി സി. ഈ പോയിൻ്റ് നമ്മൾ സി ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ ബി. ഓക്കെ, ഈ ബി സി എങ്ങനെ കിട്ടും? ബി സി എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എന്താ? ഈ 720 നിന്ന് ഈ സൈഡും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി സി കിട്ടും അല്ലേ? ഈ സൈഡ് മൈനസ് ചെയ്യുക, ഈ സൈഡ് മൈനസ് ചെയ്യുക, അപ്പോൾ ബി സി കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നത്?
സോ ടോട്ടൽ ബി സി ഇത് ബി സി എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ. അപ്പോൾ 720 മൈനസ് ഇതെത്രയാണ്? ഇതെന്ന് വെച്ചാൽ ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് അല്ലേ. അപ്പോൾ 720 മൈനസ് 400 എന്താണ്? ഡയമീറ്ററാണ്. അപ്പോൾ റേഡിയസ് എത്ര വരും? 200. അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഒരു 200 അല്ലേ. അപ്പോൾ 200 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 720 മൈനസ് 400 വിച്ച് ഇസ് ഈക്വൽ ടു 320. ക്ലിയർ അല്ലേ? അപ്പോൾ ബി സി എത്ര കിട്ടി? ബി സി 320. ഇനി എ ബി എത്രയാണ് കിട്ടുന്നത്? എ ബി എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എങ്ങനെ വരും? ഈ റേഡിയസും അല്ലേ, ഇതും ഇത് 200, അതുപോലെ ഇതും 200. സോ 200 പ്ലസ് 200 400. So cos theta is equal to 320 by 400 which gives you the value 36.87. സോ ഈ ആംഗിൾ നമുക്ക് 36.87 എന്ന് കിട്ടി. ഈ ആംഗിൾ 36.87 ആണെങ്കിൽ ഓക്കെ, സോ ഈ ആംഗിൾ 36.87 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 അല്ലേ. ഇത് 90, ഇത് 36.87. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 180 മൈനസ് 90 പ്ലസ് 36.87. സോ അങ്ങനെയാണ് നമുക്ക് ഓക്കെ ഈ ആംഗിളും കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ ആംഗിളും ഈ തീറ്റയും സെയിം ആണ്. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. സോ തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്? തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് റിസോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ല അല്ലേ, ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. സോ ഹൊറിസോണ്ടൽ ഈ സർഫസിന് പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും എടുത്താൽ മതി. സോ ഫസ്റ്റ് റോളർ നമ്മൾ ഇതാണ് ഫസ്റ്റ് റോളർ കൺസിഡർ ചെയ്യാൻ നേരത്ത് എന്തൊക്കെ വരും? ഓക്കെ, ഫസ്റ്റ് റോളർ ഇവിടെ ഈ ഫസ്റ്റ് റോളർ കൺസിഡർ ചെയ്യുക. ഇതിൽ ഏതൊക്കെ ഫോഴ്സസ് ആണുള്ളത്? ഇതിൽ വെയിറ്റ് ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്, ഇങ്ങോട്ട് ഒരു റിയാക്ഷൻ. ഈ ആംഗിൾ നമുക്കറിയാം, ഈ ആംഗിൾ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഈ R2നെ നമുക്ക് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യാം. ഓക്കെ, അതായത് ഇത് R2 കോസ് തീറ്റ, ഇത് R2 സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? സോ റിസോൾവിങ് ഫോഴ്സസ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്ത്, അതായത് ഈ ഒരു പ്ലെയിനിന് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാൻ നേരത്ത് R2, അതായത് ഈ ഗ്രീൻ കളർ. ഓക്കെ, സോ R2 സൈൻ തീറ്റ മേളിലോട്ടല്ലേ, അപ്പോൾ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ R2 സൈൻ തീറ്റ അത് മേളിലേക്ക് വരും, അതുകൊണ്ട് പോസിറ്റീവ്. ഓക്കെ, ഇനി താഴേക്കുള്ളത് അതെന്തോ വെയിറ്റ് 200. സോ R2 സൈൻ തീറ്റ ഇസ് മൈനസ് 200 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ R2 എത്ര കിട്ടും? R2 ഇസ് ഈക്വൽ ടു ഓക്കെ, ഇതിൽ നിന്ന് 200 ഡിവൈഡഡ് ബൈ സൈൻ 36.87 അപ്പോൾ കിട്ടും R2 ഇസ് ഈക്വൽ ടു 333 എന്ന് കിട്ടി. നെക്സ്റ്റ് റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി. അപ്പോൾ ഈ ഫോഴ്സിന് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടലി ഏതൊക്കെയാണുള്ളത്? R1 ഉണ്ട്, അതുപോലെ R2 കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? R2 കോസ് തീറ്റ മൈനസ് R1 ഇസ് ഈക്വൽ ടു 0. R2 ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ R1 എത്ര കിട്ടും? 266.67. ക്ലിയർ അല്ലേ? അതായത് ഫസ്റ്റ് നമ്മൾ ഇതായിരുന്നു ഫസ്റ്റ് സിലിണ്ടറാണിത്. ഓക്കെ, ഫസ്റ്റ് അതായത് അപ്പർ സിലിണ്ടറാണിത്. ഇതിൽ R1 R2 വെയിറ്റ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് അടുത്ത സിലിണ്ടർ. ഓക്കെ, അതായത് ലോവർ സിലിണ്ടർ കൺസിഡർ ചെയ്യുക. ലോവർ സിലിണ്ടറിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് വരുന്നത്? R4 R3 പിന്നെ R2 ആൻഡ് വെയിറ്റ്. ഈ തീറ്റ അറിയാം അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് R2 കോസ് തീറ്റ, ഇവിടെ നിന്ന് R2 സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ ഇവിടെ R2 സൈൻ തീറ്റയും ഇത് R2 കോസ് തീറ്റയും എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലും ഫസ്റ്റ് ലോവർ സിലിണ്ടറിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക. വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് വരും? R4 വരും, W വരും, R2 സൈൻ തീറ്റയും വരും. ഓക്കെ,
സോ R4 W ആൻഡ് R2 sin theta. ഇതിന് സോൾവ് ചെയ്യാൻ നേരത്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R4ൻ്റെ വാല്യൂ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 400. ഇനി നെക്സ്റ്റ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള ഫോഴ്സസ്, അതായത് R3 പിന്നെ R2 കോസ് തീറ്റ അല്ലേ, ഇത് രണ്ടുമാണ് വരുന്നത്. R3 പോസിറ്റീവ് സൈഡിലേക്കും R2 കോസ് തീറ്റ നെഗറ്റീവ് സൈഡിലേക്കുമാണ്. അപ്പോൾ എങ്ങനെ വരും? R3 മൈനസ് R2 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് R3യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ റിയാക്ഷൻ അറ്റ് P, Q ആൻഡ് R ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ഫ്രീ ബോഡി ഡയഗ്രാംസ് വിത്ത് സ്കെച്ചസ്. സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫ്രീ ബോഡി ഡയഗ്രാംസ് എന്തായിരുന്നെന്നാണ് അല്ലേ. ഫ്രീ ബോഡി ഡയഗ്രാംസിൻ്റെ ന്യൂമറിക്കൽസ് ആണ്. ഇനി ഫ്രീ ബോഡി ഡയഗ്രാമിൻ്റെ തിയറി പാർട്ടിൽ, സോ വാട്ട് ഈസ് ഫ്രീ ബോഡി ഡയഗ്രാം? സോ ഫ്രീ ബോഡി ഡയഗ്രാം ഇസ് എ സ്കെച്ച് ഓഫ് എ ബോഡി ഷോയിങ് ഓൾ ദി ഫോഴ്സസ്. അപ്പോൾ ആ ഒരു ബോഡിയിൽ എന്താണ് കാണിക്കുന്നത്? എല്ലാ ഫോഴ്സസും നമ്മൾ മാർക്ക് ചെയ്യും. And the sketch of a body is drawn assuming that all supports have been removed. അല്ലേ, സപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ സർഫസസ്, അതായത് സർഫസ് ഓഫ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ സപ്പോർട്ടിങ് കേബിൾസ് എല്ലാം എന്ത് ചെയ്യും? റിമൂവ് ചെയ്തിട്ട് ഡ്രോ ചെയ്യുന്നതിനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഓൾ അപ്ലൈഡ് ഫോഴ്സസ് ആർ ഡ്രോൺ ആൻഡ് ലേബിൾഡ് ഓൺ ദി സ്കെച്ച്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സസ് എല്ലാം വരച്ചിട്ട് അത് ലേബൽ ചെയ്യുക. The weight of the body is considered to be acting at the center of gravity. വെയിറ്റ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ, ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ദി സപ്പോർട്ട് റിയാക്ഷൻസ് ആർ ഡ്രോൺ ആൻഡ് ലേബിൾഡ് ഓൺ ദി സ്കെച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ്, അതായത് റിയാക്ഷൻസ് അല്ലേ, റിയാക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യും. അപ്പോൾ ദ സെൻസ് ഓഫ് എ റിയാക്ഷൻ ഇസ് അൺനോൺ, ഇറ്റ് ഷുഡ് ബി അസ്യൂംഡ്. എന്നിട്ട് റിയാക്ഷൻസ് അസ്യൂം ചെയ്യും, അതായത് അതിൻ്റെ ഡയറക്ഷൻസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓൾ റിലവൻറ്റ് ആംഗിൾസ് ആൻഡ് ഡയമെൻഷൻസ് ആർ ഷോൺ ഓൺ ദി സ്കെച്ചസ്. അപ്പോൾ ആംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്കെച്ചിൽ കാണിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വിത്ത് സ്കെച്ചസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു നീറ്റ് സ്കെച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കെച്ച്. നീറ്റ് സ്കെച്ച് വരയ്ക്കാൻ നേരത്തെ എങ്ങനെയാണ്? R1 നേരത്തെ പ്രോബ്ലം തന്നെ എടുക്കുക അല്ലേ. ഇവിടെ എന്തൊക്കെ വരും? R1 വരും, അതായത് ഈ ഒരു വോളിൽ നിന്നുള്ള റിയാക്ഷൻ R1, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വെയിറ്റ് W1 W2, പിന്നെ ഈ രണ്ട് ബോഡി തമ്മിൽ ഉള്ള എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് R2 അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഈ വോളിൽ നിന്നുള്ള റിയാക്ഷൻ R3, പിന്നെ ഈ വെർട്ടിക്കലി ഈ ഹൊറിസോണ്ടൽ സർഫസിൽ നിന്നുള്ള റിയാക്ഷൻ R4. സോ ഇങ്ങനൊരു ഫിഗറും വരയ്ക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഫ്രീ ബോഡി ഡയഗ്രാംസിൻ്റെ. അപ്പോൾ തിയറി ആൻഡ് ന്യൂമറിക്കൽ പാർട്ട് ക്ലിയറായി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സസ് ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.